അനധികൃത കുടിയേറ്റത്തിൽ കൊളംബിയക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന ഭീഷണിയുമായാണ് കഴിഞ്ഞ ദിവസം ട്രംപ് രംഗത്ത് വന്നിരുന്നത്. കൊളംബിയക്കെതിരെ 50% പ്രതികാര താരിഫ് ചുമത്തുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. അമേരിക്കയിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരുമായെത്തിയ സൈനിക വിമാനം തടഞ്ഞതോടെയായിരുന്നു ട്രംപിൻ്റെ നടപടി. ഒരാഴ്ചക്കുള്ളിൽ കൊളംബിയയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് നികുതി 50% ഉയർത്തുമെന്നാണ് ട്രംപ് അറിയിച്ചത്. എന്നാൽ ട്രംപിൻ്റെ അറിയിപ്പിന് പിന്നാലെ അമേരിക്കൻ ഇറക്കുമതികളുടെ താരിഫിന് 25% വർധനവ് ഏർപ്പെടുത്താൻ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ വാണിജ്യ മന്ത്രാലയത്തിനോട് ഉത്തരവിടുകയും ചെയ്തു. അമേരിക്കയിൽ തങ്ങളുടെ മനുഷ്യാധ്വാനത്തിൻ്റെ ഫലം ഇറക്കുമതി ചെയ്യുന്നതിന് 50% താരിഫ് ചുമത്തിയാൽ തങ്ങളും അതുതന്നെ ചെയ്യുമെന്ന് പെട്രോ സമൂഹമാധ്യമമായ എക്സിൽ കുറിക്കുകയും ചെയ്തു. എന്നാൽ ഇത് പ്രാരംഭം മാത്രമാണെന്നും നിയമപരമായ ബാധ്യതകൾ ലംഘിക്കാൻ കൊളംബിയൻ സർക്കാരിനെ അനുവദിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം അഭയാർത്ഥികളെ വഹിച്ചുകൊണ്ടുള്ള 2 അമേരിക്കൻ സായുധ വിമാനങ്ങളെ തടഞ്ഞതായി പെട്രോ അറിയിക്കുകയും ചെയ്തു. അഭയാർത്ഥികളുടെ കാര്യത്തിൽ കുറച്ചുകൂടി നല്ല പ്രോട്ടോകോൾ ഉണ്ടാക്കണമെന്നും അമേരിക്കയോട് പെട്രോ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് താരിഫ് ഉയർത്തുന്ന കാര്യം ട്രംപ് പ്രഖ്യാപിച്ചത്. ഇതുകൂടാതെ കൊളംബിയൻ പൗരന്മാർക്കുള്ള യാത്രാവിലക്കും അമേരിക്കയിലെ കൊളംബിയൻ ഉദ്യോഗസ്ഥരുടെ വിസ റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങളും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പിന്നീട് അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതിൻ്റെ ഭാഗമായി എത്തുന്ന വിമാനങ്ങളെ ഉപാധികളില്ലാതെ സ്വീകരിക്കാമെന്ന് കൊളംബിയ അറിയിച്ചിട്ടുണ്ട്. ഇതോടെ പ്രതികാര നടപടികളിൽ നിന്ന് US പിന്മാറിയിരിക്കുകയാണ്. അതേസമയം US-ലെ അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ നാടുകടത്താനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നീക്കം വിമർശനം നേരിടുന്നുമുണ്ട്. പണച്ചെലവുമായി ബന്ധപ്പെട്ടാണ് പലരും ആശങ്ക പങ്കുവയ്ക്കുന്നത്. പ്രതിരോധ വകുപ്പിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ചാണ് കുടിയേറ്റക്കാരെ നാടുകടത്തുന്നത്. ഉപയോഗിക്കുന്നതാകട്ടെ സൈനിക വിമാനങ്ങളും മറ്റുമാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ചാർട്ടേഡ് ചെയ്യുന്ന വിമാനങ്ങളെക്കാൾ ഇതിന് ചെലവ് കൂടുതലെന്നാണെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. C-17, C-130E എന്നീ സേനാവിഭാഗങ്ങളാണ് കുടിയേറ്റക്കാരെ നാടുകടത്താൻ ഉപയോഗിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. C-17 വിമാനത്തിന് മണിക്കൂറിന് ഏകദേശം $21,000 ചെലവ്. അടുത്തിടെ ടെക്സസിലെ എൽപാസോയിൽ നിന്ന് ഗ്വാട്ടിമാല സിറ്റിയിലേക്ക് 80 കുടിയേറ്റക്കാരുമായി 12 മണിക്കൂർ യാത്രയ്ക്ക് $2.52 ലക്ഷം ആയിരുന്നു ചെലവ്. C-130E വിമാനത്തിന് മണിക്കൂറിന് 68,000 മുതൽ $71,000 വരെയാണ് ചെലവ്. എന്നാൽ DHASൻ്റെ ചാർട്ടേഡ് വിമാനമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതേ യാത്രയ്ക്ക് $8,577 മാത്രമേ ചെലവാകൂ എന്നാണ് വാദം. അതിവേഗ നടപടിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിനാൽ സൈനിക വിമാനങ്ങളുടെ ചെലവുകൾ ഇതുവരെ പൂർണ്ണമായി കണക്കാക്കിയിട്ടില്ലെന്നാണ് പ്രതിരോധ വകുപ്പ് പറയുന്നത്.